ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഈ ബന്ധത്തിൽ ആ വ്യക്തി എങ്ങനെയാണ് ഈ ബന്ധത്തെ നോക്കിക്കാണുന്നതെന്നും അവരെന്തൊക്കെ ഡിസിഷനാണ് അവരുടെ ചിന്തകൾ വന്നിട്ടുള്ളതെന്നും നമുക്കൊന്ന് നോക്കാം. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇച്ഛാശക്തി, ദിശാബോധം, സ്വയം നിയന്ത്രിക്കാൻ ഒക്കെ അവർ പഠിച്ചു എന്ന് പറയുന്നു. അവരുടെ ചിന്തകളിൽ ഇത് നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ലക്ഷ്യം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ. അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളെ, ആഗ്രഹങ്ങളെയൊക്കെ അവരിപ്പോൾ നിയന്ത്രിക്കാൻ പഠിച്ചു എന്ന് പറയുന്നു. അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ അവരിപ്പോൾ ആഗ്രഹിച്ചു. ചിലപ്പോൾ അവർക്ക് നല്ല ദേഷ്യവും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും, പക്ഷെ അതിനൊക്കെ അവർ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ പോലും അവയെ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുള്ള ഒരു ഉത്കടമായ ഒരു പ്രേരണ അവർ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിനൊക്കെ അവരൊരു ബ്രേക്ക് ഇടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഇപ്പോഴുള്ള വിധിയുടെ ഒരു ചെറിയ മാറ്റം ഇവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലെ ഇപ്പോൾ നമുക്ക് കറങ്ങിക്കൊണ്ടിരുന്ന സൈക്കിളുകൾ ഒന്നുകൂടെ അത് നല്ല രീതിയിൽ കറങ്ങാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടുത്തെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിയാം എന്നതിനെക്കുറിച്ചൊക്കെ ആകാം ഒരു പക്ഷേ എന്ന് പറയുന്നു. അതുപോലെ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു തരം ആശയക്കുഴപ്പം, ചില കാര്യങ്ങൾ അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതിന് ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ദയംബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ മാതൃത്വം, സമൃദ്ധി, സർഗാത്മകത എന്നിവയൊക്കെ ഇവിടെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ സ്നേഹം, സൗന്ദര്യം, അപ്പോൾ വീട്ടിലുള്ള സുഖസൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിനിധീകരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ എന്തെങ്കിലും വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പദ്ധതിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധമാകാം, മറ്റുള്ളവരുമായി കൂടുതൽ ദയയോടെ ഇടപെടുന്നതിനെക്കുറിച്ചോ ഉള്ള ആഴമേറിയ ചിന്ത ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് സോഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ബുദ്ധി, വ്യക്തമായ ചിന്ത, എല്ലാത്തിനും ഒരു വ്യക്തത ഉള്ളതായിട്ട് ഇവിടെ പറയുന്നു. അതുപോലെ സത്യസന്ധത കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെ വിവേകാധികമായി ചിന്തിക്കുന്നു, അതുപോലെ അതിനിവിടെ സൂചിപ്പിക്കുന്നു. അപ്പം നിങ്ങളുടെ ചിന്തകളിൽ വളരെ യുക്തിയായിട്ടും നല്ല ആലോചിച്ച് വിശകലനാത്മകമായിട്ടും ഒക്കെ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വികാരാതമാകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റിയ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് എവിടെയാണെന്ന് അവർ ചിന്തിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ മനസ്സാണ് ഈ സമയത്ത് ഏറ്റവും ശക്തമായ ആയുധമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ 8 ഓഫ് പെൻഡക്കിൾസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8 ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അർപ്പണബോധം, പരിശീലനം, വൈവിധ്യം, കഠിനാധ്വാനം എന്നിവയൊക്കെയാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ചിന്തകൾ നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കഴിവിനെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു പദ്ധതി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സ്ഥിരതയും സുരക്ഷിതത്വവും കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി പൊതുവായിട്ടുള്ള ഒരു റീഡിങ്ങിലേക്ക് പോവാം. അതായത് വികാരങ്ങളും സർഗാത്മകതയും തമ്മിലൊരു സമന്വയം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ ഒരു പുതിയ തുടക്കം, ഭാവിയിൽ നല്ലൊരു തുടക്കം കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രദ്ധയോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി അവർ ഒരുങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ അവർ രാത്രികളിൽ നിങ്ങളെ കൂടുതൽ അവർ ജീവിതത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുകയാണ്.
എന്നാണ് പറയുന്നത്. അവർക്ക് യുക്തിയോടെയും വിവേകത്തോടും കൂടി അവർ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു പക്ഷേ അവർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബന്ധത്തെക്കുറിച്ച് കുറച്ചുകൂടെ അവർ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ കാണുന്നു. ഇനി നമുക്ക് എക്സിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ചിന്ത, ഇപ്പോൾ നിങ്ങളുടെ മുൻ എക്സിൻ്റെ ചിന്തയെന്ന് പറയുന്നത് പലപ്പോഴും മുന്നോട്ട് പോകാനുള്ള ശ്രമത്തെ അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഉണ്ടായ അകൽച്ചയെ എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്നവരിപ്പോൾ ചിന്തിക്കുന്നു. അവർക്കത് വലിയൊരു ആഘാതമായിട്ടാണ് ഇവിടെ പറയുന്നത്. അവരുടെ ലക്ഷ്യബോധത്തെയും തീരുമാനത്തെയും ഒക്കെ ഇവിടെ അവർക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. ഈ ബന്ധത്തിൽ നിന്നും അവർക്ക് പുറത്ത് വരാൻ അല്ലെങ്കിൽ പുറത്ത് കടക്കാൻ അവർ ആഗ്രഹിച്ചു, പക്ഷെ തീരുമാനിച്ച്, പക്ഷെ അത് അവർക്ക് നടന്നില്ല എന്ന് പറയുന്നു. അത് അവർക്ക് നടക്കുന്നില്ല. ഇപ്പോഴും അവർ നിങ്ങളെ ഓർത്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ വൈകാരികമായ തിരിച്ചടികൾ അല്ലെങ്കിൽ അവർക്ക് അവഗണനകൾ കിട്ടുന്നു. വ്യക്തിപരമായ നേട്ടങ്ങളിലും സ്വന്തം കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് നടക്കുന്നില്ല എന്ന് പറയുന്നു. അവർ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാമെന്ന് പറയുന്നു, പക്ഷെ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങളവർക്ക് മറന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് അവർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ വ്യക്തി തങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളിൽ നിന്നും പൂർണ്ണമായും വേർതിരിഞ്ഞ് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ വ്യക്തമായ ഒരു അതിർവരമ്പുകളോ നിഷ്പക്ഷമായ തീരുമാനങ്ങളോ എടുക്കാൻ അവർക്ക് ഭയമാണെന്ന് പറഞ്ഞു. അവർ വികാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തേക്കാം, കാരണം അവർക്കിപ്പോൾ വേണ്ടത് സമാധാനമാണെന്ന് പറയുന്നു. അപ്പോൾ വ്യക്തമായ ഒരു സമീപനം അവർക്ക് എന്തിനെ സമീപിക്കണം എന്നവർക്കൊരറിയാത്ത ഒരവസ്ഥ നിങ്ങളുടെ എക്സിനാണ്. യുക്തിപരമായ സമീപനം നിങ്ങളെ കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ വേദനിപ്പിച്ചാലോ എന്നവർ കരുതുന്നു, കാരണം അവർക്ക് വികാരങ്ങൾക്ക് യാതൊരു വിലയും അവർ നേരത്തെ കൊടുത്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തങ്ങളുടെ ജോലിയിലോ പഠനത്തിലോ ഒക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പഴയ ബന്ധത്തിൽ ഇപ്പോഴും അവർ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഭാവി സുരക്ഷിതമാക്കാൻ അവർ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളെ തിരിച്ച് കിട്ടുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ആ പഴയ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചിന്ത അവർക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ മാറിയാൽ നിങ്ങളവർ സ്വീകരിക്കുമോ എന്ന ഒരു ആവേശത്തിലാണ് അവരുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ക്രഷിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന്. അപ്പം നിങ്ങളുടെ ക്രഷിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ആകാംക്ഷയും സാധ്യതകളെയും പുതിയ പ്രതീക്ഷയൊക്കെ അവർക്ക് നല്ലോണം ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ അവരുടെ വലിയ ആകാംക്ഷയിലാണ് അവർ ഈ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ഭയങ്ങളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർ നിങ്ങളുമായിട്ടൊരു സന്ധി സംഭാഷണത്തിന് നിങ്ങളുമായിട്ട് ഒന്ന് പുറത്തു പോകാനോ ഉള്ള ആദ്യ ചുവട് ഉടൻ വച്ചേക്കാമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സാഹസികത്തിന് അവർ മുതിരാൻ പോകുന്നു എന്നൊരു പ്രതീതി ഇവിടെ കാണിക്കുന്നു. പുതിയ കാര്യങ്ങൾ അവർ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അവരുടെ താല്പര്യം വ്യക്തമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു സ്ഥിരമായ ബന്ധത്തെക്കുറിച്ച് ഉറപ്പില്ല എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വളരെ മനോഹരമായിട്ടും ആകർഷകമായിട്ടും ആകർഷിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് സമയം ചിലവഴിക്കാൻ അവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ അവരാഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. നിങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുന്നവർക്ക് അവർക്ക് സമാധാനമുണ്ടോ, സുഖകരമായ ഒരു അനുഭവം ലഭിക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം വളർത്താനും അത് സമൃദ്ധിയിൽ എത്തിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്കങ്ങനെ ഒരു ചിന്ത ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ അത് വിവാഹം പോലെയുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ച് പോലും അവരിപ്പോൾ ചിന്തിച്ച് അതിലേക്ക് അവർ നയിച്ചേക്കാമെന്ന് പറയുന്നു. അവർ നിങ്ങളോട് അതിനനുസരിച്ച് ഒരുപാട് വാത്സല്യം കാണിക്കാം. ഈ ബന്ധം ഭാവിയിൽ വികാരപരമായും ഭൗതികമായും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ അവർ
ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവരുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അവരുടെ മറ്റ് ബന്ധുക്കളെയോ ആരെങ്കിലുമൊക്കെ അറിയിച്ച് അവർക്ക് ഇതൊരു നല്ലൊരു സന്തോഷമായ രീതിയിൽ അവർക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് നിങ്ങളെല്ലാം നല്ല രീതിയിൽ പരിചയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയും. അപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് രസകരമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ അവരിഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ ബന്ധം സുഹൃത്തിൽ നിന്നും ഒരുപക്ഷെ സുഹൃത്തായിരുന്ന വ്യക്തി ആയിരിക്കാം, പക്ഷെ അത് പ്രണയത്തിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ബന്ധം അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മളുടെ കപ്പിൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം നിലവിലെ ബന്ധത്തിൽ അവരുടെ ചിന്തകളിൽ സ്ഥിരത, അവർക്ക് വളർച്ച, ദിശാബോധം എന്നിവയൊക്കെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ബന്ധത്തിലെ ഭാവിയെക്കുറിച്ച് അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ പങ്കാളിയെയും കൂടെ അവർ ചേർത്താണ് അവർ പലതും കാണുന്നതെന്ന് പറയുന്നു. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അവർ ബന്ധത്തിൻ്റെ മുന്നിൽ മുൻകൈ എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം മെച്ചപ്പെടുത്താനുള്ള ധീരമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അതിനവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ചിന്തകൾ ഊർജ്ജസ്വലവും ആവേശപരവുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി ബന്ധത്തിൽ അത്യധികം വിശ്വസ്തതയും ശ്രദ്ധയും നൽകും. ചിലപ്പോൾ അവർ നിർബന്ധ ബുദ്ധിക്കാരോ അമിതമായി നിയന്ത്രണമുള്ളവരോ ആയി നമുക്ക് തോന്നാമെന്നിവിടെ പറയുന്നുണ്ട്. പക്ഷെ പങ്കാളി എന്ന നിലയിൽ ഈ ബന്ധത്തെ വിധി നിർണ്ണയിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല എന്ന് പറയുന്നു. പക്ഷെ ബന്ധത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നല്ലതായാലും മോശമായാലും ഭാവിയിലേക്കൊരു വഴിത്തിരിവാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. നല്ല സമയം വരുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബന്ധം ഒരേ അവസ്ഥയിൽ സ്ഥിരമായി നിൽക്കില്ല എന്ന ചിന്ത അവർക്കുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സമയമാണെന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാർഡുകൾ അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പങ്കാളികൾ അവർ ആരോഗ്യകരമായിട്ടുള്ള ഒരു എനർജിയുള്ള ഒരു ബന്ധമായിട്ട് നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ മനസ്സിലാവുന്നത്. സ്നേഹം അവർക്ക് ഇവിടെ പ്രധാനമായിട്ട് അവർ പറയുന്നു. അവരതിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, ശാശ്വതമായൊരു വീട്, കുടുംബം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകളുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ ആവേശപരമായ സുരക്ഷിതമായ രണ്ടുപേരും പരസ്പരം വളരാനും ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ. അവരത്രയും ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അവരെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ബന്ധം എത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിന് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ലൈഫ് നിങ്ങൾക്ക് തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും അവർ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ രീതിയിലാണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലക്ഷ്യബോധവും നല്ല ചിന്തയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു കരിയറിനൊക്കെ കുറിച്ച് അവർ വളരെ ഡീപ്പായിട്ട് തന്നെ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ. അതുകൊണ്ടാണ് അവർ അത്രയും രീതിയിൽ സ്വപ്നം കാണുന്നതും അവർ ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി അവർ കഠിനമായി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി അവർക്ക് നല്ല ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നല്ല പ്ലാനിങ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.